ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. അങ്ങനെ ലില്ലി ഫുഡ് വാങ്ങാനായിട്ട് പുറത്തേക്ക് പോയ ടൈമിന് ജിൻസി അവളുടെ ഫോൺ എടുത്ത് നോക്കും. അതിലാണെങ്കിലോ ഈച്ചന്റെ ഒരുപാട് മിസ് കോൾസും മെസ്സേജ് ഒക്കെ ഉണ്ട്. അങ്ങനെ തന്നെ ഈച്ചന് കോൾ ചെയ്യും. നീ ഒരുപാട് തവണ കോൾ ചെയ്തല്ലേ, ഞാനത് ശ്രദ്ധിച്ചില്ല. ഇന്നലെ ക്യാഷ് കൊടുക്കേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കും. ആർക്കോ ഈച്ചനൊക്കെ ക്യാഷ് കൊടുക്കാനായിട്ടുണ്ട്. ആ കാര്യമാണ് ഇപ്പൊ ജിൻസി ചോദിച്ചത്. പുള്ളിയാണെങ്കിലോ അപ്പൊ തന്നെ ആ ക്യാഷിനെ കുറിച്ച് ആലോചിച്ച് നീ ടെൻഷൻ ആവണ്ട, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് കടമായിട്ട് വാങ്ങിയിട്ടുണ്ട്. നീ എന്തായാലും ടെൻഷൻ അടിക്കാണ്ടിരിക്കുമെന്ന് പറയും. ജിൻസി ആണെങ്കിലോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ കാര്യം പറയാനായിട്ട് പോകുമ്പോ ഈച്ചനാണെങ്കിൽ അത് കേൾക്കാനേ നിൽക്കുന്നില്ല. നിന്നോട് ടെൻഷൻ അടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ക്യാഷ് ഒക്കെ ഞാൻ റെഡിയാക്കി, നീ നിന്റെ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യുമെന്നും പറഞ്ഞ് കോൾ അങ്ങോട്ട് കട്ട് ചെയ്യും. ജിൻസിക്കാണെങ്കിൽ ഇതും കൂടി ആകുമ്പോ വല്ലാത്തൊരു സങ്കടം വരും. ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് പോലും കേൾക്കാണ്ട് ഈച്ചൻ കോൾ കട്ട് ചെയ്തല്ലോ എന്നും പറഞ്ഞ് വല്ലാണ്ടിരുന്ന് കണ്ണൊക്കെ പൊത്തി കരയാനായിട്ട് തുടങ്ങും. അങ്ങനെ സിൻ കട്ട് ചെയ്താല് ജിൻസി ഇപ്പോ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഞാനിന്റെ അടുത്ത് വന്ന് അസിസ്റ്റന്റ് ജിൻസി ഡിസ്ചാർജ് ആയ കാര്യമൊക്കെ അപ്ഡേറ്റ് ചെയ്യും. അതേ ടൈമിന് നാൻസി നമ്മുടെ ലില്ലിനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് തമ്മിൽ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ ലില്ലിയുടെ ജോലി പോയ കാര്യം ജിൻസിക്ക് മനസ്സിലാകും. അങ്ങനെ തന്നെ കോൾ എടുത്ത് സോറി എടി, എനിക്ക് വേണ്ടി സംസാരിക്കാൻ പോയിട്ടല്ലേ നിന്റെ ജോബ് പോയത്, സോറി എടി, നീ എന്നോട് ക്ഷമിക്കെന്ന് പറയും. എന്തിനാ നീ എന്റെ അടുത്ത് സോറിയൊക്കെ ചോദിക്കുന്നത്? ഇതല്ലെങ്കിൽ മറ്റൊരു ജോബ് ഞാൻ ഈസി ആയിട്ട് കണ്ടെത്തും. അല്ല, നിന്നോട് റെസ്റ്റ് എടുക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? നീ എന്തിനാണിപ്പോ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നത്? നീ പോയി റെസ്റ്റ് എടുത്തേ, വേറെ കാര്യമൊന്നും നീ ചിന്തിക്കണ്ടെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യും. ജിൻസിക്ക് ഇനി റെസ്റ്റ് എടുക്കാനായിട്ട് പറ്റുമോ? എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഇൻവെസ്റ്ററിനെ കണ്ടെത്തണമല്ലോ. അതുകൊണ്ട് നെക്സ്റ്റ് ഡേ തന്നെ ഓഫീസിലേക്ക് വന്ന് ജിൻസിയും സിസോയും കൂടി ഉള്ള കണ്ട എല്ലാ ഇൻവെസ്റ്ററിനെയും കോൾ ചെയ്ത് പ്രോജക്റ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ കൊടുക്കും. ഇവരൊരു ലിസ്റ്റ് തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ ഇട്ടിട്ടുണ്ട്. അതിലുള്ള എല്ലാവരും തന്നെ തീർന്നു. ഇനി എന്ത് ചെയ്യും? ആരും തന്നെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് നമുക്ക് തന്നില്ലല്ലോ എന്നും പറഞ്ഞ് ജിൻസി ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുമ്പോ സിസോയാണെങ്കിലോ, ജിൻസി നമുക്കൊരു പണി ചെയ്യാം, ഞാൻ നമുക്കൊരു ഓഫർ തന്നിട്ടില്ലേ, നമുക്ക് അവിടെ പോയി ജോയിൻ ചെയ്യാം. അതാവുമ്പോ ഇത്രയും പ്രഷറൊന്നും ഉണ്ടാവില്ല. അതുമല്ലാണ്ട് നമ്മുടെ പ്രോജക്റ്റ് തന്നെയാണല്ലോ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കും ബെനിഫിറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയും. ജിൻസിക്ക് ഇത് കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ആകെ കൺഫ്യൂസ്ഡ് ആണ്. അതുമല്ലാണ്ട് ഉള്ള ഒരു എംപ്ലോയിക്ക് പോലും കൊടുക്കാനായിട്ടുള്ള സാലറി ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരാന്ന് ആ പയ്യനെ വിളിച്ചു പറയും. ആ പയ്യനാണെങ്കിലോ, എനിക്കിപ്പോ ക്യാഷിന് അത്യാവശ്യമൊന്നുമില്ല, നമുക്ക് ആദ്യം ഒരു ഇൻവെസ്റ്ററിനെ കണ്ടെത്തണം, അതിനുശേഷം എന്റെ സാലറിയുടെ കാര്യം പറയാന്നും പറഞ്ഞ് പുള്ളിയാണെങ്കിലോ ഇത്തിരി ഹോണസ്റ്റ് ആയിട്ട് തന്നെ ഇവരെ കൂടെ നിൽക്കും. അങ്ങനെ ജിൻസി എല്ലാം കൂടി ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഞാൻ എന്റെ കസിൻ യുവാൻ കോൾ ചെയ്യുന്നത്. മിസ് ജിൻസി, നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നാളെ നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ ഡബിൾ ഹാപ്പി. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ യുവാനെ മീറ്റ് ചെയ്യാനായിട്ട് നേരെ ഓഫീസിലേക്ക് വെച്ച് പിടിക്കും. അവസാനം ഈ ഒരു വിഷയം ഞാനും അറിയും. അവൾ എന്തെങ്കിലും കാണിക്കട്ടെ, ലോസ് ആവാൻ പോകുന്ന ബിസിനസ് അല്ലേ, വെറുതെ ഞാൻ എന്തിനാണ് ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് എന്റെ കാശ് കളയുന്നത്? അവിടെ ചുറ്റി ഇവിടെ ചുറ്റി അവസാനം ജിൻസി എന്റെ അടുത്തേക്ക് തന്നെ വരുമെന്നും പറഞ്ഞ് വല്ലാത്ത ദേഷ്യത്തില് ഞാൻ ചെന്നിരിക്കും. ഇത് കേട്ട അസിസ്റ്റന്റും, ഞാൻ പറയുന്നത് കൊണ്ട് സാറൊന്നും വിചാരിക്കരുത്, യുവാൻ ജിൻസിയുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ജിൻസി പറഞ്ഞ പോലെ തന്നെ ഷൈൻ ആയാൽ എന്ത് ചെയ്യും? അവസാനം താങ്കൾക്ക് തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ജിൻസി വന്ന് നിൽക്കും. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യും? എന്തായാലും ഒന്ന് ചിന്തിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യുമെന്നും പറഞ്ഞ് അസിസ്റ്റന്റ് അവിടെ നിന്ന് പോകും. അതേ ടൈം യുവാനും ജിൻസിനെ മീറ്റ് ചെയ്യും. നിങ്ങളുടെ പ്രപ്പോസൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും താല്പര്യമുണ്ട്, നിങ്ങൾക്ക് എന്റെ അടുത്ത് നിന്നും എത്രയാണ് വേണ്ടത്, നിങ്ങൾ എന്താണ് എനിക്ക് തരാൻ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ജിൻസിയും, നിങ്ങളൊരു 10 മില്യൺ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, അതിൽ നിന്ന് ഒരു 50% നിങ്ങൾക്ക് ഷെയർ ആയിട്ട് ഞങ്ങൾ തരാം. അതേപോലെ ഞങ്ങൾ എന്ത് ചെയ്താലും വെറുതെ ഇന്റർഫിയർ ചെയ്യരുത്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് പറയും. എനിക്ക് നിങ്ങളുടെ പ്രപ്പോസൽ ഇഷ്ടപ്പെട്ടു, എന്തായാലും ഞാനൊരു 20 മില്യൺ തരാം, എന്നിട്ട് നിങ്ങൾ എനിക്കൊരു 33% തന്നാൽ മതി, 50 ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയും. അപ്പൊ തന്നെ ജിൻസി ഒന്ന് ആലോചിക്കും. അല്ല, എന്താണ് ഇതിൽ ഇത്ര ആലോചിക്കാനായിട്ടുള്ളതെന്ന് ഇങ്ങനെ ചോദിക്കും. ഇപ്പോഴത്തെ കാര്യം മാത്രം ചിന്തിച്ചാൽ പോരല്ലോ, ഫ്യൂച്ചറിനെ കുറിച്ചും ചിന്തിക്കണ്ടേ? അവസാനം നിങ്ങൾ എല്ലാം അപഹരിച്ചെടുത്താല് ഞങ്ങൾ എന്ത് ചെയ്യും? അതിനെ കുറിച്ചും കൂടി ഞാൻ തിങ്ക് ചെയ്യണ്ടേ? കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്, എന്നാലും കുറച്ച് സമയം വേണമെന്ന് പറയും. നന്നായിട്ട് ആലോചിക്ക്, നാളെ ഒരു 10 മണിയാവുമ്പോ
എനിക്ക് അതിന്റെ ആൻസർ പറഞ്ഞാൽ മതി. എന്തായാലും നിങ്ങൾക്ക് ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആണ്, വിടാണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്നും പറഞ്ഞ് ജിങ്ഷിനൊക്കെ അവിടെ നിന്ന് പറഞ്ഞയക്കും. അങ്ങനെ രണ്ടും കൂടി നേരെ ഓഫീസിലേക്ക് വരും. വന്ന ഉടനെ തന്നെ സിസോ, ഇത് നമുക്കൊരു ബെസ്റ്റ് ചോയ്സ് ആണ്, ഇതിൽ കയറി പിടിച്ചാലേ നമുക്ക് മുന്നോട്ട് പോവാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഇതിവിടെ വെച്ച് തന്നെ പൂട്ടിക്കെട്ടേണ്ടി വരും. നീ ഒന്ന് ആലോചിച്ച് നോക്കെന്ന് പറയും. എടാ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അങ്ങനെയല്ല, ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോ ഇത്തിരി പേടിയുണ്ട്. എല്ലാം കൂടി അവരടിച്ചു മാറ്റിയ എന്ത് ചെയ്യും? ഇപ്പോ ഇത് നമുക്ക് ഓക്കെ ആണ്, പക്ഷെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോ ഇതൊന്നും നമ്മുടെ കൈകളിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. നമ്മളപ്പോ ഫ്യൂച്ചറിനെ കുറിച്ചും ചിന്തിക്കണം, അതിനൊരു പ്രതിവിധി എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നും പറഞ്ഞ് ജിങ്സ് നേരെ ബാൽക്കണിയിലേക്ക് ചെന്ന് നിൽക്കും. ആദ്യം ഈ ബിസിനസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ ആരും തന്നെ ഇവളെ സപ്പോർട്ട് ചെയ്തില്ലല്ലോ. അതൊക്കെ ആലോചിച്ച് വല്ലാണ്ട് സങ്കടപ്പെട്ട് മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. ആ ടൈമിനാണ് യാനും അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ജിങ്ഷിനെ നോക്കി അവിടെ തന്നെ നിൽക്കും. ജിങ്ഷിക്കാണെങ്കിലോ യാൻ വന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് തന്നെ ഇങ്ങനെ തിങ്ക് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. ഇപ്പൊ സമയം 9:10. ഇപ്പോഴും ജിങ്ഷി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവാന്റെ അടുത്ത് ജിങ്ഷി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫ്യൂച്ചറിൽ ഞങ്ങളുടെ ടീമിനെ നിങ്ങൾ പിരിച്ചു വിടാൻ പാടില്ല എന്ന്. അതിന് യുവാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു മറുപടിയും കൊടുത്തിട്ടില്ല. അത് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതേ ടൈം ഞാനും അസിസ്റ്റന്റ് പറഞ്ഞു പോയിട്ടില്ലേ, ഇനി എങ്ങാനും ജിങ്ഷി ഷൈൻ ആയി കഴിഞ്ഞാല് നിങ്ങളുടെ ഓപ്പോസിറ്റ് വന്ന് ജിങ്ഷി നിൽക്കുമെന്നു. അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജിങ്ഷിനെ വീണ്ടും കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് എന്തോ തീരുമാനിച്ച് കോട്ടൊക്കെ എടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങും. ഇത് കാണുമ്പോൾ ജിജോനെ ഹാപ്പി ആകും. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോ അസിസ്റ്റന്റ് യാനിന്റെ അടുത്തേക്ക് വരും. ജിങ്ഷി യുവാന്റെ അടുത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി പോയേക്കുവാന്ന് പറയും. ഇത് കേട്ട് യാനിന് വല്ലാണ്ട് ടെൻഷൻ ആകും. അതേ ടൈം ജിങ്ഷി കറക്റ്റ് 10 മണിക്ക് യുവാനെ കാണാനായിട്ട് ചെല്ലും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നമ്മുടെ യാനിന്റെ അടുത്തേക്ക് അസിസ്റ്റന്റ് ഓടി വന്ന് ജിങ്ഷി യുവാനെ റിജക്ട് ചെയ്തു എന്ന് പറയും. പിന്നെ ഒരു നിമിഷം പോലും യാൻ വെയിറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ തന്നെ ജിങ്ഷിനെ കാണാനായിട്ട് ഓടും. അതേ ടൈം ജിങ്ഷി ആണെങ്കിലോ ഓഫീസിലേക്ക് വന്ന് യുവാനെ ഞാൻ റിജക്ട് ചെയ്തു, ഇനി മുന്നോട്ട് പോകാൻ ഞാൻ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് വല്ലാണ്ട് ടെൻഷൻ ആയിട്ടിരിക്കും. ആ ടൈമിനാണ് ഞാൻ അകത്തേക്ക് കയറി വരുന്നത്. യുവാൻ പറഞ്ഞ പോലെ തന്നെ 20 മില്യൺ 34% ഷെയർ എനിക്ക് വേണമെന്ന് പറയും. 34% ഷെയർ ഒന്നും എനിക്ക് തരാൻ കഴിയില്ല. 20 മില്യൺ ആണെങ്കിൽ 20% ഷെയർ ഞാൻ നിങ്ങൾക്ക് തരാം. 34% എന്ന് പറയുമ്പോൾ പൂർണ്ണ അധികാരം നിങ്ങളിലേക്ക് എത്തില്ലേ, അതിനെനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ 20% ഇതിന് ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെ ആണെന്ന് പറയും. നീ പറയുന്ന പോലെയൊക്കെ ഫോളോ ചെയ്യാനായിട്ട് അധികം ഇൻവെസ്റ്ററൊന്നും കിട്ടില്ല, ഞാനും ഇതിന് നിൽക്കാത്തതായിരുന്നു. പിന്നെ നിങ്ങളുടെ ഐഡിയ സൂപ്പറാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് ഓക്കെ അടിക്കുന്നതെന്ന് പറയും. പിന്നെ ഒരു കണ്ടീഷനും കൂടിയുണ്ട്, ഞങ്ങളുടെ ടീമിനെ ഫ്യൂച്ചറിൽ നിങ്ങൾ പിരിച്ചുവിടാനായിട്ട് പാടില്ല. അതേപോലെ ഹ്യൂമൻ റിസോഴ്സിന്റെ എല്ലാ കൺട്രോളും എന്റെ കൈകളിൽ തന്നെ വേണമെന്ന് പറയും. ഇതിന് നമ്മുടെ ഞാനും ഓക്കെ അടിക്കും. അങ്ങനെ രണ്ടുപേരും കൂടി ഹാൻഡ് ഷേക്ക് ഒക്കെ കൊടുക്കും. ഇനി 2 വർഷം നമ്മൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യാൻ പോകുന്നതെന്നും പറഞ്ഞ് ഞാൻ നേരെ ഒരു പെണ്ണിനെ കാണാനായിട്ട് ചെല്ലും. ഞാൻ വിചാരിച്ചത് കൊണ്ട് മാത്രം ജിങ്ഷിയുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. യാനിന് മുകളിൽ ഒരു ലേഡി ഉണ്ട്, അതാണ് ഈ ലേഡി. ഈ ലേഡിയുടെ പേര് ഹീ എന്നാണ്. അങ്ങനെ ഹീനെ വിളിച്ചു വരുത്തി, വരുന്ന ബോർഡ് മീറ്റിംഗിൽ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം, എന്നാലേ എനിക്ക് ഷിങ്ചെങ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയും. നീയും നിന്റെ കസിനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മത്സരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയിൽ എന്തോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ആണല്ലോ എന്ന് വിചാരിച്ചാണ് ഒന്ന് മടിഞ്ഞത്. നിനക്ക് അത്രക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിനക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് യുവാനെ കാണിക്കാണ്. യുവാന്റെ കൂടെ ഒരാളുണ്ട്. ഇയാൾ ആരാണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ടില്ല. ക്ലിയർ ആവുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അയാളാണെങ്കിലോ നിന്ന് ഇന്നത്തെ ബോർഡ് മീറ്റിംഗില് ഹീയുടെ സപ്പോർട്ട് കൊണ്ട് ഞാൻ ജിങ്ഷൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആ ഒരു കമ്പനിയിലല്ലേ നീയും ഇൻവെസ്റ്റ് ചെയ്യാനിരുന്നത്, ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്കും ഞാൻ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അതിനാണ് ഞാൻ ഈ ഒരു പ്ലാനൊക്കെ ഇട്ടത്. അവൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജിങ്ഷി തന്നെ അവനെ ചവിട്ടി താഴേക്ക് ഇട്ടോളും. അവന്റെ വീഴ്ച എനിക്ക് കൺകുളിർക്കെ കാണണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്ലാൻ ചെയ്തെന്ന് പറയും. ജിങ്ഷിനെ കൊണ്ട് തന്നെ യാനിനെ തകർക്കാനായിട്ട് എന്തോ പ്ലാൻ യുവാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇവരുടെ ടോക്കൊക്കെ പോകുന്നത്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് യുവാൻ ഇപ്പോ നാട്ടിൽ നിന്ന് ജിങ്ഷിനെ കാണാനായിട്ട് വരും. ജിങ്ഷി ആണെങ്കിൽ ഓടിച്ചെന്ന് യുവാനെ കെട്ടിപ്പിടിച്ച് കയ്യിലിട്ട ആ മോതിരം കാണിച്ചു കൊടുക്കും. ഇത് കാണുമ്പോ ഈച്ചനും, എന്താ നീ ഇപ്പോ റിങ് എടുത്തിട്ടേക്കുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. വേറൊന്നല്ല, എന്റെ ബിസിനസിന് ഇൻവെസ്റ്ററിനെ കിട്ടിയില്ലേ, 2 ദിവസം കഴിയുമ്പോ എഗ്രിമെന്റും സൈൻ ചെയ്യും, വാ നമുക്ക് എന്തായാലും പോവാന്ന് പറയും. വേണ്ട വേണ്ട, നീ ആദ്യം നിന്റെ ജോബിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പറയും. എന്താണ്, നീ എന്നെ വഴക്കാണോ എന്ന് ചോദിക്കും. ഏയ് വഴക്കല്ല, എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല. നീ നിന്റെ ജോബിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കണം, എന്നാലേ അതിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. ഞാനൊരിക്കലും അതിൽ ഇന്റർഫിയർ ചെയ്യില്ല. അതുകൊണ്ടാണ് നീ എന്തായാലും നിന്റെ വർക്ക് നോക്കുന്ന പറയും. ആ ഓക്കെ എന്ന് പറഞ്ഞ് ജിങ്ഷി നേരെ യാനിന്റെ അടുത്തേക്ക് ചെല്ലും. ഇപ്പൊ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോവാണ്.
അങ്ങനെ ജിങ്ഷി ആണെങ്കിലും ആ ഒരു എഗ്രിമെന്റ് വായിച്ചു പോലും നോക്കാണ്ട് സൈൻ ചെയ്യാനായിട്ട് പോകും. ഇത് കാണുമ്പോ തന്നെ ഞാൻ, എന്താ നീ അത് വായിച്ചു നോക്കുന്നില്ലേന്ന് ഇങ്ങനെ ചോദിക്കും. എന്തിനാണ് വെറുതെ ഞാനത് വായിച്ചു നോക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളല്ലേ ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അപ്പോ നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് പ്രോബ്ലം തരുമോ? ഞങ്ങൾക്ക് നല്ല വിശ്വാസമൊന്നും പറഞ്ഞിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യും, അതിനുശേഷം സീലും വെക്കും. 2 കോപ്പീസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാനാണെങ്കിലോ ഇവള് സൈൻ ചെയ്യുന്നത് നോക്കുമ്പോ അവളുടെ കയ്യിൽ കിടക്കുന്ന റിങ് കാണും. അങ്ങനെ തന്നെ ഇവന്റെ ഫേസ് ഒക്കെ മാറും. ജിങ്ഷി ആണെങ്കിലോ പോവാണ്ട് യാനിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കാണ്. എന്താ നീ പോകുന്നില്ലേ? 2 ദിവസത്തിനുള്ളിൽ തന്നെ ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിക്കോളൂ എന്ന് പറയും. അതൊക്കെ ഓക്കെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കാനായിട്ട് നിന്നതാണ്. നിങ്ങളുടെ അസിസ്റ്റന്റിന്റെ ടേബിളില് മിസ്റ്റർ മെഡിക്കൽസിന്റെ ഇൻവിറ്റേഷൻ കിടക്കുന്നത് കണ്ടു. എന്തായാലും നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പോവല്ലേ, ഞങ്ങൾക്കും കൂടി ഒരു ഇൻവിറ്റേഷൻ കിട്ടുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ, കിട്ടാനും ചാൻസ് ഉണ്ടെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ പോവാണ്, നമ്മൾ ഒരുമിച്ച് നീ വർക്ക് ചെയ്യുമെന്നും പറഞ്ഞ് ജിങ്ഷിയും ബായൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ നൈറ്റ് ആകുമ്പോ നമ്മുടെ ഞാനാണെങ്കിലോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിന് സിഡ്നി അകത്തേക്ക് വരും. എന്താണിത്, ലേറ്റ് നൈറ്റും വർക്കാണോ? അത്രയ്ക്ക് നീ ഡെഡിക്കേറ്റഡ് ആണോ എന്നും ചോദിച്ച് കുറച്ച് ഫുഡ് എടുത്ത് വെക്കും. സിഡ്നി ഇപ്പോ വെയ് പ്രൊജക്ട് ആണല്ലോ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ജിങ്ഷി പറഞ്ഞ കാര്യം ഓർത്തെടുക്കുന്നത്. വെയ് പ്രൊജക്ട് വില്ലേജിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ജിങ്ഷി ഒരു തവണ യാനിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം അങ്ങനെ തന്നെ സിഡ്നിയുടെ അടുത്ത് ചോദിക്കും. അങ്ങനെ സിഡ്നിയും അതിന് ഓക്കെ ആയിരിക്കും. അങ്ങനെ പോവാനായിട്ട് നിൽക്കുമ്പോ, അല്ല നീ നിന്റെ സ്കൂൾ മേറ്റിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നറിഞ്ഞല്ലോ, എന്താ സത്യമാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആക്ച്വലി ജിങ്ഷി യാനിന്റെ സ്കൂൾ മേറ്റ് ആയത് കൊണ്ടാണ് അവളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തതെന്നാണ് നമ്മുടെ സിഡ്നി ഉദ്ദേശിച്ചത്. ഇതാണെങ്കിലും യാനിന് മനസ്സിലാകും. പ്രോജക്റ്റ് നല്ലതല്ലെങ്കിൽ എന്റെ സ്കൂൾമേറ്റ് ആയാലും ശരി, എന്റെ റിലേറ്റീവ് ആയാലും ശരി, ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഇപ്പോ പ്രോജക്റ്റ് നല്ലതായത് കൊണ്ട് മാത്രമാണ് ജിങ്ഷിയുടെ കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. നിന്റെ കമ്പനിയുടെ പ്രോജക്റ്റ് നല്ലതല്ലായിരുന്നെങ്കിൽ നിന്റെ കമ്പനിയിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ലായിരുന്നു എന്ന് സിഡ്നിയുടെ മൂത്തടിച്ച പോലെ തന്നെ പറയും. സിഡ്നിക്കും വല്ലാണ്ടാവുന്നുണ്ട്. അപ്പൊ തന്നെ ഞാൻ, എന്തായാലും നീ ഫുഡ് കൊണ്ടുവന്ന് തന്നില്ലേ, അതിനൊരുപാട് താങ്ക്സ് ഉണ്ട്, നീ എന്തായാലും പോയിക്കോ, എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടെന്ന് പറയും. അങ്ങനെ സിഡ്നിയും നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ജിങ്ഷിയുടെയൊക്കെ ബിസിനസ് അക്കൗണ്ടിലേക്ക് നമ്മുടെ യാൻ 6 മില്യൺ ട്രാൻസ്ഫർ ചെയ്യും. ഇത് കണ്ട് ഹാപ്പി ആയിട്ട് ജിങ്ഷി അങ്ങനെ തന്നെ യാനിന് താങ്ക് യു മെസ്സേജ് അയക്കും. യാനാണെങ്കിലും റിപ്ലൈക്ക് പകരമായിട്ട് ഇവളൊരു ഇൻവിറ്റേഷൻ ചോദിച്ചില്ലേ, അതങ്ങോട്ട് അയച്ചു കൊടുക്കും. ഇത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരെയും കാണിച്ച് നമുക്ക് ദേ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്, ഈ ഒരു ഹാപ്പിനെസ്സോട് കൂടി തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ്സിലും സക്സസ് ആകുമെന്നും പറഞ്ഞ് സീറ്റിലിരിക്കും. അതിനുശേഷം ഈച്ചന് മെസ്സേജ് അയച്ച്, ഈ വീക്കെൻഡ് എന്റെ സക്സസ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം, നീ ഓക്കെ അല്ലേ, നീ വരില്ലേ എന്ന് ചോദിക്കും. ആ ഓക്കെ എന്നും പറഞ്ഞ് ഈച്ചന് മെസ്സേജ് അയക്കും. ഇത് കണ്ട് ഹാപ്പി ആയിട്ട് നമ്മുടെ ജിങ്ഷി ഇങ്ങനെ ഇരിക്കാണ്. അങ്ങനെ വൈകിട്ടാകുമ്പോഴേക്കും ലില്ലി ആണെങ്കിലോ ജിങ്ഷിയുടെ ഓഫീസിലേക്ക് വരും. ആ ടൈമിന് സിസോയും മറ്റേ പയ്യനും കൂടി ഓഫീസൊക്കെ അടച്ചിറങ്ങുവാണ്. ഇവരെ കാണുമ്പോ തന്നെ ജിങ്ഷി എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ, ജിങ്ഷി ഒരു ക്ലയന്റിനെ കാണാനായിട്ട് പോയേക്കുവാണ്, അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോവെന്നാ പറഞ്ഞത്. പിന്നെ ലില്ലി, ഞാൻ നിന്നെ കാണാനായിട്ട് ഇരിക്കുവായിരുന്നു, ഞങ്ങൾ കാരണമല്ലേ നിന്റെ ജോബ് പോയത്, ഞങ്ങളോട് ക്ഷമിക്കുന്നറിയും. ഏയ് അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഞാൻ തന്നെ ആ ജോബ് കളയണോന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. എന്തായാലും ഈ പെൻഡ്രൈവ് നീ കൈ പിടിച്ചോ, എന്റെ കുറച്ച് ക്ലയൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ്, നിങ്ങൾക്ക് ചിലപ്പോ യൂസ് ആകുമെന്നും പറഞ്ഞ് നടക്കും. ജിസോയാണെങ്കിലോ ലില്ലിയുടെ പുറകെ ചെന്ന്, വീക്കെൻഡ് നീ ഫ്രീ ആണോ, നമുക്കൊരു മൂവിക്ക് പോയാലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ജിസോ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരുപാട് ബോയ്സ് എന്റെ പുറകെ മൂവിക്ക് വരുന്നുണ്ടോന്നും ചോദിച്ച് നടക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ എല്ലാവരുടെയും കൂടെ പോവാറില്ല, എനിക്ക് തോന്നണം എന്നാലേ ഞാൻ പോവുള്ളൂ. ഇപ്പൊ എന്റെ കാറ് പുറത്ത് കിടപ്പുണ്ട്, ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് പോയേക്കാന്നും പറഞ്ഞ് ജിസോന്റെ അടുത്തൊരു ബായൊക്കെ പറഞ്ഞ് ലില്ലി നടന്നു പോകും. അപ്പൊ തന്നെ മറ്റേ പയ്യൻ, പെണ്ണുങ്ങളെ കറക്റ്റ് ചെയ്യുന്നതേ അത്രക്ക് ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ജിസോ എന്ന് പറയും. ദേ, നീ അധികം അതിനെപ്പറ്റി ആലോചിച്ച് തല പുകയ്ക്കണ്ട, നീയേ ബിസിനസിന്റെ കാര്യം നോക്കിയാൽ മതി, ഈ പെൺഡ്രൈവ് കയ്യിൽ വെച്ചോ, ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് അങ്ങനെ പോകും. അങ്ങനെ ലില്ലി ആണെങ്കിലോ നേരെ ഒരു പബ്ബിലേക്ക് ചെന്ന് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കായിരിക്കും. ആ ടൈമിന് ഈസോയും നമ്മുടെ ലില്ലിയുടെ അടുത്തേക്ക് വരും. ഓ, ഇത് ഭയങ്കര കോയിൻസിഡൻസ് ആണല്ലോ എന്ന് ചോദിക്കും. ഏയ് അങ്ങനെയൊന്നും അല്ല, ഞാനേ നിന്നെ കാണാനായിട്ട് തന്നെ വന്നതാന്ന് പറയും. അതെങ്ങനെ, നീ എന്റെ പുറകെ വല്ല ആളെയും വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഈ ബാറിന്റെ ഓണറെ എന്റെ ഫ്രണ്ടാണ്, അങ്ങനെയാ ഞാൻ വന്നെന്ന് പറയും. അല്ല, ഇത്രയും റിസ്ക് എടുത്ത് എന്നെ കാണാൻ വരാൻ എന്താണ് കാര്യം എന്ന് ചോദിക്കും. വേറൊന്നുമല്ല, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തെന്ന് പറയും. ഓ, മിസ് ചെയ്തോന്നും ചോദിച്ച് പിന്നെ ഇവരങ്ങടെ റൊമാൻസിലേക്ക് പോവാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ജിങ്ഷിനെ കാണിക്കാണ്. പുള്ളിക്കാരൻ ഇപ്പൊ ഇരുന്ന് ഈച്ചന് വേണ്ടിയിട്ടുള്ള ഏതോ ഒരു പ്രപ്പോസൽ ചെയ്തോണ്ടിരിക്കാണ്. ആ ടൈമിന് നമ്മുടെ ഈച്ചനും അങ്ങോട്ടേക്ക് വരും. അങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ച് കുക്ക് ചെയ്ത് കഴിക്കാനായിട്ടിരിക്കും. അപ്പൊ തന്നെ ഈച്ചൻ, നീയേ ഇത്തിരി ഓവറായിട്ട് വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്, നീ നിന്റെ ബോഡി ശ്രദ്ധിക്കണമെന്ന് പറയും. ഏയ് ഞാനേ ഇന്നൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു, പിന്നെ ഞാനൊരു ഇൻവിറ്റേഷൻ കൊടുത്തില്ലേ, അതിന്റെ കാര്യമൊക്കെ ഈച്ചന്റെ അടുത്ത് പറയും. എന്നെ
എന്നെ പോലുള്ള ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്കൊന്നും ഇത്രയും വലിയ പാർട്ടിയിലേക്ക് പോവാനായിട്ടുള്ള ഇൻവൈറ്റ് കിട്ടില്ല. അതെന്റെ പാർട്ട്ണർ സെറ്റാക്കി തന്നു. ഇനി എന്റെ ഫ്യൂച്ചർ അടിപൊളിയായിരിക്കും. എന്റെ ഫ്യൂച്ചറിലേക്കുള്ള വലിയൊരു പടിയെടുത്ത് ഞാൻ വെച്ചു എന്നറിയും. അപ്പൊ തന്നെ ഈച്ചനും നിന്റെ ഫ്യൂച്ചർ എപ്പോഴും ബ്രൈറ്റ് ആയിട്ടിരിക്കുമെന്ന് അറിയും. എന്റെ ഫ്യൂച്ചർ അല്ല, നമ്മുടെ ഫ്യൂച്ചർ എന്തായാലും കഴിക്കുമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കും. അതിനുശേഷം ഈച്ചന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ എല്ലാം ചെയ്ത് തീർക്കുമ്പോഴേക്കും പെട്ടെന്ന് ഈച്ചൻ അകത്തേക്ക് കയറി വരും. കറക്റ്റ് ടൈമിനാണ് നീ വന്നത്. എന്തായാലും വാ, വന്നിരിക്കും, ഒരുമിച്ച് നമുക്കൊരു മൂവി കാണാം. അന്ന് തന്നെ നമ്മുടെ പ്ലാൻ എല്ലാം ഫ്ലോപ്പ് ആയില്ലേ, വാ വന്നിരിക്കെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഒരു മൂവിയൊക്കെ ഇട്ട് കാണും. എന്റെ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം നിന്റെ പാരന്റ്സിനെ മീറ്റ് ചെയ്യാനായിട്ട് പോകാം. നിന്റെ ഫാദറിന് ഇഷ്ടമുള്ള ടീ, അതേപോലെ നിന്റെ അമ്മക്ക് ഇഷ്ടമുള്ള കോസ്മെറ്റിക്സ് എല്ലാം വാങ്ങിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ പാരന്റ്സിനെ മീറ്റ് ചെയ്യാൻ പോവാന്ന് പറയും. ആദ്യം നമുക്ക് മൂവി കാണാം, അതിനുശേഷം എന്താന്ന് വെച്ചാൽ സംസാരിക്കാന്ന് പറയും. ഓക്കെ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി അങ്ങനെ ഇരിക്കും. എന്തായാലും കുറച്ചു കഴിയുമ്പോ ഇവര് ബ്രേക്കപ്പ് ആകും. നമ്മുടെ ജിൻഷി ആണെങ്കിലോ യാനിന്റെ കൂടെ പോയി സെറ്റുമാകും. എന്തായാലും അതിനു വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്, നിങ്ങളും വെയിറ്റിംഗ് അല്ലേ? അപ്പോ ഒരു റെഡ് ഹാർട്ട് കമന്റ് ചെയ്തിട്ട് പോവാ. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.